5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. കാണുന്നില്ലല്ലോ അമ്മേ. കാണും, എവിടെയെങ്കിലും കാണും. നമുക്ക് പോയി ഒന്ന് നോക്കാം. ചിലപ്പോ അവരിന്ന് വന്നിട്ടുണ്ടാവില്ല. നമുക്ക് നടയിലേക്ക് പോയി നോക്കാം. അമ്മേ, ഒരു നിശ്ചയവും ഇല്ലാതെ ഇവിടെ നിൽക്കാൻ എനിക്കാവില്ല. മടങ്ങിപ്പോയേ തീരൂ. എനിക്കൊപ്പം വരാൻ കൂട്ടാക്കാതെ ഇവിടെ നിൽക്ക എന്റെ മകൻ. അവനെ അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ചു പോകേണ്ടി വരികയാ. അവന്റെ രക്ഷ ഞാൻ അമ്മയിൽ സമർപ്പിക്കുക. അമ്മ അവനെ രക്ഷിച്ച് പരിപാലിക്കുമെന്ന ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ മടങ്ങുക. ഇല്ലെങ്കിൽ എനിക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. അവനെ ഞാൻ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുക. അമ്മ അവനെ ഏറ്റെടുക്കുന്നതായി ഒരു പ്രത്യക്ഷ സാക്ഷ്യം കാണിച്ചു തരണേ അമ്മേ. ദേവി, അമ്മേ. ദേവി, അമ്മേ, ദേവി നമുക്ക് മറുപടി തന്നു. ശുഭം ഭൂയാത്. ഭൂയാത് എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാ അമ്മേ, ശുഭം എന്നാ മംഗളം എന്നാ. അമ്മേ, ദേവി, അമ്മേ, സ്വാമി, ഞാനിവിടെ ദേവിയെ പ്രാർത്ഥിച്ച് നിൽക്കുകയായിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോ ദേ ഇവിടെ ഈ ഹാരം. ഇതിലിതാ ശുഭം ഭൂയാതെന്ന് അക്ഷരങ്ങളും ഉണ്ട്. എന്താ എന്താ ഇതിന്റെ അർത്ഥം സ്വാമി? ദേവിയോട് എന്തെങ്കിലും വിളിച്ചപേക്ഷിക്കുകയോ അനുമതി ചോദിക്കുകയോ ചെയ്തിരുന്നു? അതെ സ്വാമി, ഞങ്ങളുടെ മകൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾക്കാണെങ്കിൽ മടങ്ങിപ്പോയേ പറ്റൂ. അവനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാ ദേവി അവനെ കാത്തു രക്ഷിക്കുമോ എന്ന ആശങ്ക. അപ്പോഴാ ഈ ഹാരം കണ്ടത്. ശരി, നിങ്ങളുടെ അപേക്ഷ ദേവി കൈക്കൊണ്ടെന്ന് തോന്നുന്നു. അതാണ് സൂചന തന്നത്. ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരിക്കലും ആശങ്ക വേണ്ട. അമ്മയുടെ നടയിൽ ഭക്തിയോടെ വരുന്ന ഏതൊരാളും അമ്മയുടെ കാരുണ്യത്തിന്റെ തണലിലാണ്. അവന്റെ രക്ഷ അമ്മയുടെ കൈകളിൽ ഭദ്രമാണ്. ഭക്തനായിട്ടല്ല, അഭയാർത്ഥിയായി വന്നാൽ പോലും അമ്മ അവനെ രക്ഷിച്ചു പാലിക്കും. അതാണ് അമ്മയുടെ കരുതൽ. അതിലൊരാശങ്കയും വേണ്ട. ഞങ്ങൾക്ക് സമാധാനമായി സ്വാമി. തീർച്ചയായും സമാധാനിക്കാം. നിങ്ങളുടെ മകൻ അമ്മയുടെ പ്രിയം നേടിയ കുട്ടിയാണ്. അവനിനി ഒരപകടവും വരില്ല. സുരക്ഷിതനാണവൻ. അവനെക്കുറിച്ചുള്ള ഒരാശങ്കയ്ക്കും ഇടമില്ല. സമാധാനത്തോടെ നിങ്ങൾക്ക് മടങ്ങാം. നന്ദി സ്വാമി. ഇപ്പോഴാ സത്യത്തിൽ ഒരു സമാധാനമായത്. അമ്മേ, അമ്മേ, അവനെ കാത്തു രക്ഷിക്കണേ. അതുവരെ അവിടെ ഇല്ലാതിരുന്ന മാല അവിടെ എങ്ങനെ വന്നു എന്ന് ചിന്തിക്കുമ്പോ
ഹോ, എന്റെ മേലാകെ രോമാഞ്ചം വരുന്നു. അത് മാത്രോ, ആ ശതാക്ഷരി സ്വാമിയുടെ വാക്ക് കേട്ടില്ലേ? നമ്മുടെ മനസ്സ് വായിച്ചതുപോലെ. കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചല്ലേ അമ്പലത്തിൽ പോയത്? അതെല്ലോ, ദേവി തന്നെ അതിനൊരു പ്രത്യക്ഷ സാക്ഷ്യം കാണിച്ചു തന്നില്ലേ? ശതാക്ഷരി സ്വാമി അത് വ്യക്തമാക്കിയും തന്നു. എന്നുവെച്ചാൽ എന്താ തീരുമാനം? ദേവിയുടെ അനുമതി പോകാൻ തന്നെയാ. സന്ദീപിന്റെ കാര്യത്തിൽ ആശങ്ക ആവശ്യമില്ലെന്നാ മനസ്സിലാക്കാനാകുന്നത്. അപ്പൊ എല്ലാവർക്കും മടങ്ങി പോകാല്ലേ? ദേവിയുടെ നിശ്ചയം അതാ. പക്ഷേ സന്ദീപ് മോനെ, നീ അമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോ അമ്മേ, എനിക്കൊരു കുഴപ്പം വരില്ല. പക്ഷെ മോനെ, ഇപ്പോഴും എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലടാ. അമ്മേ, അന്ന് ആദ്യം ഞാനിവിടെ വരുമ്പോ ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു വെറും തൊട്ടാവാടി ചെറുക്ക്. പക്ഷെ ഇപ്പം ഞാൻ അതല്ല. ഏത് പ്രതിസന്ധിയും ഇന്ന് എനിക്ക് ഫേസ് ചെയ്യാനാവും. അതെനിക്ക് ദേവി തന്ന ധൈര്യമാണ്. അമ്മ പൊയ്ക്കോ, ഞാനിവിടെ നിന്നോളാം. അമ്മയുടെ മോന് ഇനി ഒന്നും സംഭവിക്കില്ലെന്ന് ശതാക്ഷരി പറഞ്ഞില്ലേ? അത് തന്നെ എനിക്കും പറയാനുള്ളത്. മൂകാംബി അമ്മയുടെ കണ്ണ് എന്റെ തലയ്ക്ക് മുകളിലുണ്ട്. അതെനിക്ക് അനുഭവം അമ്മേ. ദേവിയുടെ കരുതലിൽ എനിക്കൊരു സംശയവും മോനെ. അതുള്ള കാലത്തോളം എന്റെ മോൻ ഒന്നും സംഭവിക്കില്ല. എങ്കിൽ പിന്നെ നാളെ തന്നെ നമുക്ക് പുറപ്പെടാല്ലേ? മോനെ, ഒരിക്കൽ കൂടി നിന്നോട് ചോദിക്ക, നീ ഞങ്ങളുടെ കൂടെ വാ. ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സൗപർണിയുടെ കാര്യത്തിൽ തീരുമാനമാകും വരെ ഞാനിവിടെ തന്നെ നിൽക്കും. ശരി, നിന്റെ തീരുമാനം അതാണെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോ. തമ്പിയേട്ടാ, നമുക്ക് നാളെ തന്നെ പുറപ്പെടാം അല്ലേ? ഇരിക്കിവിടെ. ശ്ശേ. എന്താ മുത്തശ്ശി, മുത്തശ്ശിക്ക് വട്ടായതാണോ അതോ നാളെ എന്നെ കൂടെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായ സൈക്കോളജിക്കൽ മൂവ് ആണോ? ഒന്നും അല്ലടാ, ഞാൻ നിന്നെ നല്ലോണം കാണുകയായിരുന്നു. ആഹാ, അപ്പൊ ഇത്രയും കാലം മുത്തശ്ശി എന്നെ നല്ലോണം കണ്ടിട്ടില്ല എന്നാണോ പറയുന്നത്? നിന്റെ മനസ്സ് ഞാൻ കണ്ടിട്ടില്ല. അത് ഇത്ര കൊണ്ട് നിഷ്കളങ്കമാകുമെന്ന് അറിഞ്ഞതുമില്ല. നിനക്ക് ആ കൊച്ചിനെ അത്രയ്ക്കങ്ങ് ഇഷ്ടമാണോടാ? അങ്ങനെ ചോദിച്ചാ അതെ, ഇഷ്ടമാണ്. എന്നാലും ആ ഇഷ്ടത്തെ എന്ത് പേരിട്ട് വിളിക്കണമെന്നോ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. അവൾ അത്രയ്ക്ക് നല്ല കുട്ടിയാ. അതെ, നമ്മളെ കാണുന്നതിനൊക്കെ അപ്പുറം എന്തോ ഒരു നന്മ. അതെന്താണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ അവളെ കാണുന്ന, അവളെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്നുണ്ട്.